കെ ടി ജലീലിനെ പറ്റി ഏറ്റവും മികച്ച വിശേഷണം നടത്തിയിട്ടുള്ളത് വിനു വി ജോണാണ്. വിനു വി ജോൺ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അല്പൻ എന്നാണ്. അതൊരു ഡെറഗേറ്ററി പദമാണ് ശരിക്കും. പക്ഷേ ഈ ജലീലിൻ്റെ കാര്യത്തിൽ അത് വളരെ കൃത്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക്, യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരുന്നു. കുഞ്ഞാലിക്കുട്ടിയുമായി രാഷ്ട്രീയ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുന്നു. രാഷ്ട്രീയ ഭിന്നതയെ തുടർന്നാണെന്ന് പറയുന്നത് അതല്ല, മറ്റു ചില കാരണങ്ങളാണെന്ന് പറയുന്നത് നമുക്കറിയില്ല. കുറ്റിപ്പുറത്ത് ഐതിഹാസികമായി കുഞ്ഞാലിക്കുട്ടി തോൽപ്പിച്ചുകൊണ്ടൊരു ജയൻ കില്ലറാവുന്നു. തൊട്ടുടനെ നമ്മൾ കാണുന്നത് പിണറായി വിജയൻ നടന്ന കേരള യാത്രയിൽ പിണറായിയോടൊപ്പം പ്രാസംഗികനായി കെ ടി ജലീൽ വരികയാണ്. അത് അദ്ദേഹത്തിന് ചെറിയ പ്രായമാണെന്ന്, ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പാണ് ഈ കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് അർഹിക്കാത്തൊരു സ്ഥാനത്ത് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ നാളെ എന്നെ പിടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റഡ് ആകുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ പരിമിതിയെക്കുറിച്ചാണ്. എനിക്ക് പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തിരിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയുക. പക്ഷേ ജലീലിനെ സംബന്ധിച്ചെന്താണെന്ന് വെച്ചാൽ പിണറായിയോടൊപ്പം ഒരു കേരള യാത്രയിൽ പങ്കെടുക്കുക, അതിൽ അദ്ദേഹത്തിൻ്റെ ഈ അച്ചടിച്ച ഭാഷയിലുള്ള, ഇസ്തിരിയിട്ട ഭാഷയിലുള്ള പ്രസംഗങ്ങൾ നടത്തുക. അപ്പോൾ അദ്ദേഹം സ്വയം വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ എന്തോ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം എക്സ്പോസ്ഡ് ആവുന്നത്, ഔസായി പറഞ്ഞ പോലെ അദ്ദേഹം എക്സ്പോസ്ഡ് ആവുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കെ ടി ജലീൽ പ്രസംഗിക്കുന്നൊക്കെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. നല്ല ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ അച്ചടിച്ച ഭാഷയിൽ അദ്ദേഹം യൂത്ത് ലീഗ് നേതാവായിരുന്ന സമയത്താണ് എവിടെയോ പ്രസംഗിക്കുന്ന കേട്ടത്. അപ്പോൾ കൊള്ളാലോ ആളെന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. പക്ഷേ അദ്ദേഹം എക്സ്പോസ്ഡ് ആവുന്നത് സോഷ്യൽ മീഡിയ വരുമ്പോഴാണ്. മറ്റൊരു കാര്യം, ഈ എന്താണ് പറയുക, 20 വർഷം 25 വർഷം ജനപ്രതിനിധിയായിരിക്കുക, അല്ലെങ്കിൽ 1, 2, 3 ടൈം MLA ആയിരിക്കുക, ഒരു മിനിസ്റ്റർ പൊസിഷനിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നവീകരിക്കാൻ, നമ്മളെ തന്നെ എലിവേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണത്. ഇപ്പോൾ നമ്മൾ ഈ പാർലമെൻ്ററി പ്രൊസീജിയേഴ്സിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്, എങ്ങനെയാണ് സഭയിൽ പ്രസംഗിക്കേണ്ടത്, സ്പീക്കർ ആരാണ്, അത് വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു സ്പീക്കർ സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ എൻ ഷംസീർ സ്പീക്കർ ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം എന്താണ് ചാനൽ ചർച്ചകളിൽ CPM ന്യായീകരിക്കുകയും CPM വേണ്ടി ഘോരഘോരം വാദിക്കുകയും ചെയ്യുന്ന ഒരു CPM നേതാവാണ്, ഒരു MLA ആണ്. പക്ഷേ സ്പീക്കറായി കഴിഞ്ഞപ്പോൾ ഷംസീറിൻ്റെ പേഴ്സണാലിറ്റി മാറുകയാണ്. അതെന്തുകൊണ്ടാണ്? ആ സ്പീക്കർ സ്ഥാനത്തിൻ്റെ സവിശേഷതയാണ്. അതുവരെ പാർട്ടി ഓഫീസുകളിൽ പോയിക്കൊണ്ടിരുന്ന, പാർട്ടി സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എൻ ഷംസീർ എന്ത് ചെയ്യുന്നു? സ്വയം ഒരു പാർട്ടിക്കാരനായി സ്വയം റെപ്രസെൻ്റ് ചെയ്യാതിരിക്കുന്നു, തൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്നു, പാർട്ടി ഓഫീസുകളിൽ സ്ഥിര സന്ദർശനം നടത്താതിരിക്കുന്നു. താനൊരു പാർട്ടിക്കാരനല്ല എന്ന ബോധം അദ്ദേഹം സ്വയം കൊണ്ടുകൊണ്ട് അദ്ദേഹം പെരുമാറുന്നു. അത് ആ സ്പീക്കർ പദവിയോട് എൻ ഷംസീർ കൊടുക്കുന്നൊരു ബഹുമാനമാണ്. അങ്ങനെ ഇരിക്കുന്ന ഷംസീർ, ഇത് കെ ടി ജലീൽ സംസാരിക്കുന്നത് എൻ ഷംസീർ MLA കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എൻ ഷംസീർ എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തോടല്ല, എൻ ഷംസീർ എന്ന സ്പീക്കറോടാണ് സംസാരിക്കുന്നതെന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക. അത് ഇതിനു മുമ്പ് ആരും അങ്ങനെ ചെയ്യാത്തതാണ്. അതിൻ്റെ കാരണം അത് ഈ പാർലമെൻ്ററി പ്രൊസീജിയറിനെ കുറിച്ച്, അല്ലെങ്കിൽ നിയമസഭാ നടപടികളെക്കുറിച്ച്, സ്പീക്കർ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള സാമാന്യ വിവരമുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പോലും അത് ചെയ്യില്ല. പക്ഷേ കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു മുതിർന്ന മനുഷ്യൻ, അതേപോലെ സീനിയർ ആവുമ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആവാണ്, അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഈ ഫേസ്ബുക്കിലെ പോരാളി ഷാജി നിലവാരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്നു, സ്പീക്കറോട് റിയാക്ട് ചെയ്യുന്നു. അത് ഈ പറഞ്ഞതുപോലെ, വിനു വി ജോൺ പറഞ്ഞതുപോലെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആ സവിശേഷത കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിൽ CPM എന്ന പാർട്ടിയെയോ അല്ലെങ്കിൽ തവനൂർ എന്ന മണ്ഡലത്തിലെ ജനങ്ങളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചു പോകുന്ന സംഘടനകളിലോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നും കുറ്റമല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപരമായ പ്രശ്നത്തെക്കുറിച്ച് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല.